ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഒരേ മാവ് കൊണ്ട് ഏത് കാലാവസ്ഥയിലും 3 തരം അപ്പം എങ്ങനെ തയ്യാറാക്കാം എന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു തേങ്ങ ചട്നിയും മുട്ടച്ചീര തോരനും റെഡിയാക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം വാർത്ത് എടുക്കാം. എന്നിട്ട് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരി അളന്ന അതേ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് തേങ്ങയും 1/2 ഗ്ലാസ് ചോറും പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈസ്റ്റ് ചേർത്ത് ചൂടുവെള്ളം ഒഴിച്ച് നല്ല ഇളക്കി യോജിപ്പിക്കാം. തിളച്ച വെള്ളം വേണ്ട, നല്ല ഒരു ചൂടുള്ള വെള്ളം മതി കേട്ടോ. ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 8 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, കുതിരാൻ വെക്കാം കേട്ടോ. എന്നിട്ട് ഇത് മൂടി വെക്കാം. നല്ല തണുത്ത കാലാവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഇത് പൊങ്ങാൻ ടൈം എടുക്കും. ഇല്ലെങ്കിൽ പിന്നെ ആട്ടി 2 മണിക്കൂർ സമയം വെച്ചാലും പൊങ്ങിക്കിട്ടും. ഇപ്പോൾ ഇതാ 8 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതുപോലെ നന്നായി അരച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടുവെള്ളം റെഡിയാക്കിയിട്ട്, വെള്ളം തിളക്കണ്ട, നല്ല ചൂടായാൽ മതി. പാത്രം അതിൽ മുട്ടാതെ അതിൻ്റെ മേലെ കയറ്റി വെക്കാം. എന്നിട്ട് മൂടി വെച്ച് നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ 2 മണിക്കൂർ വെച്ചാൽ തന്നെ ഇത് പൊങ്ങി വരും. ഇല്ലെങ്കിൽ രാത്രി വെച്ച് നമുക്ക് രാവിലെ എടുത്ത് അപ്പം ചുടാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ രാത്രി വെച്ചതാണ്. കാരണം ഇതിപ്പോഴും പൊങ്ങിയിട്ടില്ല ശരിക്കിന്. എന്താ വെച്ചാൽ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ്. ഇനിയും പൊങ്ങി വരും കുറച്ചും കൂടെ. അപ്പോൾ നമുക്കിത് കൊണ്ട് എങ്ങനെ അപ്പം ചുടുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി വെച്ച് അതിൽ എണ്ണ തുടച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ചട്ടി ചൂടായതിന് ശേഷം എന്നിട്ട് മാവ് അതിലേക്ക് ഒഴിച്ച് പരത്തണ്ട, അത് തന്നെ പരന്നോളും. എന്നിട്ട് മൂടി വെക്കണം. ഞാൻ മൂടി വെക്കാൻ അത് എടുക്കാൻ വിട്ടുപോയതാണ്. മൂടി വെച്ച് 2 സെക്കൻഡ് മൂടി വെച്ച് എടുത്താൽ മതി. പിന്നെ ഒരു ചട്ടി വെച്ച് അതിൽ എണ്ണ തുടച്ച് പാലപ്പം റെഡിയാക്കാം. ഇതുപോലെ മാവ് ഒഴിച്ച് ചട്ടി മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഒരുപാട് ചൂട് അധികമായാൽ മാവ് ഉരുണ്ട് കൂടും. എന്നിട്ട് സുഷിരങ്ങൾ വരുമ്പോൾ അതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് നമുക്ക് ഇത് നല്ല സോഫ്റ്റായി നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ചുട്ടെടുക്കാം. അതിന് വേണ്ടി ചട്ടിയിലേക്ക് ഒരു 1.5 കയ്യിൽ മാവ് ഞാൻ ഒഴിക്കുന്നുണ്ട്. വലിയ അപ്പമാണ്, അരികുമുരിഞ്ഞ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ 1.5 കയ്യിലെടുത്ത് അത് ഇതുപോലെ നന്നായി മേലെ വരെ ചുറ്റിച്ചെടുത്ത് സുഷിരങ്ങൾ വരുമ്പോൾ മൂടി വെച്ച് തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പോഴാണത് സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരുള്ളൂ. എന്നിട്ട് ഇതാ അതുപോലെ വന്നിട്ടുണ്ട്. ഇത്രയാണ്. അപ്പോൾ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ചട്നി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു അരമുറി തേങ്ങയും അതിലേക്ക് ചീരമുളകാണ് ഇട്ടിട്ടുള്ളത്, പച്ചമുളക് ഇട്ടാലും മതി. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി പാൻ അടുപ്പിൽ വെച്ച് 1/2 ടീസ്പൂൺ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് ഇട്ട്
അതിലേക്ക് ഒരു വറ്റൽമുളകിട്ട് കറിവേപ്പില ഇട്ട് അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായി തള വരുമ്പോൾ അത് ഓഫ് ചെയ്യാം. കാരണം നല്ല കട്ടിയുള്ള ചൂടുള്ള ചട്ടിയാണ്, അതിൽ റെഡി ആയിക്കോളും. അപ്പം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ചട്നിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് മുട്ട ചീര തോരൻ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് തക്കാളി ചീരയാണ്. നിങ്ങൾക്ക് ഏത് ചീര വേണമെങ്കിലും എടുക്കാം. ഇത് നന്നായി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് 1/4 ടീസ്പൂൺ. കാരണം ചീരയിൽ പെട്ടെന്ന് ഉപ്പ് അധികമാവും, അതുകൊണ്ട് ശ്രദ്ധിച്ച് കുറച്ചിട്ടാൽ മതി. പിന്നെ ഞാൻ ചീനിമുളക് ചതച്ചിട്ടതാണ്. നിങ്ങൾ പച്ചമുളകാണെങ്കിൽ അതിട്ടാലും മതി. എന്നിട്ട് ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടി പിടിക്കാതെ തുള്ളി ഒരു 1/4 ഗ്ലാസ് വെള്ളം, ഒരുപാട് ഒഴിക്കണ്ട, വെള്ളം ഒഴിച്ച് ഒരു 4 മിനിറ്റ് ഇതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. 4 മിനിറ്റ് മൂടി വെച്ചാൽ അത് പെട്ടെന്ന് കുഴഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ നടു ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് മുട്ട ആ നടുവിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചീരയിൽ ഉപ്പ് ഉണ്ടെങ്കിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ ആ മുട്ടയുടെ മേലെ ഒരു നുള്ളു ഉപ്പ് ഇതുപോലെ വിതറിക്കൊടുത്ത് നന്നായി ഇളക്കി മുട്ട വേവിച്ച് ആ നടുവിൽ വെച്ച് വേവിച്ച് എന്നിട്ട് ചീരയുടെ കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.